അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 14. നമുക്ക് ആദ്യം വേണ്ടത് പണ. അഗ്നിയുടെ അടുത്തത് ആവശ്യത്തിൽ കൂടുതലുണ്ട്. അരുന്ധതി ചിരിയോടെ പറഞ്ഞു. സുരഭി മനസ്സിലാവാതെ അവരെ നോക്കി. അവന് ജ്വാലയെ സ്നേഹിക്കാനല്ല വേണമെന്ന് പറഞ്ഞ്. അതവന്റെ സംസാരം കേട്ടപ്പോ നിനക്ക് മനസ്സിലായില്ലേ സുരഭി? അരുന്ധതി അവളിൽ സംശയത്തിന്റെ വിത്ത് പാകി. സുരഭി ചിന്തിച്ചു. അതെ, അവളോട് അങ്ങനെ ഒരു ഇഷ്ടമൊന്നും അഗ്നിയേട്ടനില്ല. പണത്തിന് പകരം സൗന്ദര്യമുള്ള അവളെ കണ്ടപ്പോ അതെന്നെ ചോദിച്ചു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് സുരഭിക്ക് മനസ്സിലായില്ല. അവന് അവളുടെ ശരീരം മാത്രം മതിയാവും. അത് കഴിഞ്ഞാൽ അവൻ തന്നെ അവളെ എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളിക്കോളും. അവർ പുച്ഛത്തോടെ പറഞ്ഞു. സുരഭിയുടെ കണ്ണുകൾ വിടർന്നു പോയി. അത് കണ്ടപ്പോൾ അവർക്കും സന്തോഷമായി. പിന്നെ അവന്റെ മനസ്സിൽ കയറിപ്പറ്റാൻ നിനക്ക് എളുപ്പാ. അല്ലെങ്കിലും അതന്നെയല്ലേ മോളെ വേണ്ടേ? ചെറുപ്പം തൊട്ട് നിന്നേക്കാൾ മുകളിൽ എല്ലാം നേടിയവൾക്ക് നിനക്ക് കൊടുക്കാൻ കഴിയുന്ന ശിക്ഷയും അവളുടെ ഭർത്താവിനെ സ്വന്താക്കാൻ തന്നെയല്ലേ? അരുന്ധതി ഗൂഢമായ പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ സുരഭിയിലും ഒരു പുഞ്ചിരി മുട്ടിട്ടു. അതെ, അവളെ വേദനിപ്പിക്കണം. അവൾക്ക് വേദനിക്കണം. അതുതന്നെയാ എനിക്കും വേണ്ടേ. അവളുടെ പല്ലുകൾ മുറുകി. കിച്ചുവേട്ടനെ ഞങ്ങളിന്ന് അകറ്റി അവളിലേക്ക് മാത്രം അടുപ്പിച്ചതിന്, എന്നേക്കാൾ കൂടുതൽ സൗന്ദര്യമുള്ളതിന്, പഠനത്തിൽ എല്ലായ്പ്പോഴും മുന്നിൽ നിൽക്കുന്നതിന്. അതെ, എല്ലാത്തിനും അവൾക്ക് ശിക്ഷ കിട്ടാൻ പോകുന്നത് അഗ്നിയിലൂടെ തന്നെയാവും. അവന്റെ മോഹം കെട്ടടങ്ങുമ്പോൾ അവൻ അവളെ വലിച്ചെറിയും. അവളുടെ സ്ഥാനത്ത് പിന്നെ ഞാൻ. അവളിൽ സന്തോഷം നിറഞ്ഞു. അതെ, അഗ്നിയുടെയും ജ്വാലയുടെയും വിവാഹം നടക്കട്ടെ അമ്മേ. എനിക്ക് അവളുടെ കണ്ണീര് കാണണം, അവൾ പുച്ഛത്തോടെ പറഞ്ഞു. അരുന്ധതി അവളുടെ മുഖത്തേക്ക് ചിരിയോടെ നോക്കി. എല്ലാം നമ്മൾ കരുതിയതുപോലെ തന്നെ നടക്കും. അരുന്ധതി അവളുടെ തലയിൽ തലോടി. സുരഭി തല കുലുക്കി. അപ്പോഴേക്കും അരുന്ധതിയുടെ ഫോൺ റിങ് ചെയ്തു. സൗപർണിക ഫോണുമായി വന്ന് വാതിലിൽ തട്ടി. ആരടി? അരുന്ധതി സംശയത്തോടെ ചോദിച്ചു. ഏതൊരു മാധവേട്ടൻ, അവള് സംശയത്തോടെ പറഞ്ഞപ്പോൾ അരുന്ധതി ഫോൺ പെട്ടെന്ന് വെപ്രാളത്തോടെ തട്ടിപ്പറിച്ചു വാങ്ങി. പോ അപ്പുറത്ത്, അച്ഛനോട് പറയണ്ട, അവർ ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ സൗപർണിക തലകുലുക്കി അവിടെ നിന്നും പോയി. അരുന്ധതി ഡോറടച്ച് വേഗം കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ മാധവേട്ട, അവൾ വശ്യമായി വിളിച്ചു. എനിക്ക് നിന്നെ ഒന്ന് കാണണല്ലോ. അയാളുടെ സ്വരത്തിൽ പോലും കാമം. അവരുടെ മുഖത്ത് നാണം നിറഞ്ഞു. എപ്പോഴാ? അരുന്ധതി ചോദിച്ചു. നാളെ ഉച്ചയ്ക്ക് എന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് വാ. വേറെ എങ്ങോട്ടെങ്കിലും ആണെന്ന് പറഞ്ഞ് ഇറങ്ങ്. നിന്റെ കെട്ടിയോൻ മണ്ണുണ്ണി വിശ്വസിച്ചോളും, അയാൾ പറഞ്ഞു. വരാം മാധവേട്ട. പക്ഷേ എന്റെ കയ്യിൽ പുതിയ സാരിയൊന്നും ഇരിപ്പില്ല, പൈസയില്ല, അവർ ഗൂഢമായ പുഞ്ചിരിയോടെ പറഞ്ഞു. ഞാൻ അക്കൗണ്ടിൽ ഇട്ടേക്കാ പെണ്ണെ. ആവശ്യത്തിന് എന്താന്ന് വെച്ചാ വാങ്ങിയിട്ട് നാളെ തന്നെ വരണം, അയാൾ പറഞ്ഞു. പണമെന്ന് കേട്ടതും അരുന്ധതിയുടെ കണ്ണുകളിൽ ഒരു തിളക്കം. വരാ, നാളെ തന്നെ വരാ, ഇപ്പൊ വെക്കുവാണേ, വശ്യമായ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് അവർ ഫോൺ കട്ടാക്കിക്കൊണ്ട് സുരഭിയെ നോക്കി. അവളുടെ ചുണ്ടിൽ പുച്ഛം. അത് കാണെ അവരുടെ തല താഴ്ന്നു. പോവാൻ നോക്ക്, എനിക്കൊന്ന് ഉറങ്ങണം. അടഞ്ഞു പോകുന്ന കണ്ണുകളോടെ അത്രയും പറഞ്ഞുകൊണ്ട് അവൾ കണ്ണുകൾ അടച്ചു. ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ഡോറടച്ച അരുന്ധതി പുറത്തേക്ക് ഇറങ്ങി. അഗ്നി. അപ്പോഴും സുരഭിയുടെ ചുണ്ടുകൾ അവന്റെ പേര് തന്നെ മൊഴിഞ്ഞു. രാത്രി ആയപ്പോഴാണ് പൊന്നു പിന്നെ ജ്വാലയുടെ റൂമിലേക്ക് പോയത്. ജനലോരം ഇരുന്ന് പുറത്തേക്ക് നോക്കി കണ്ണുനീർ വാർക്കുന്നവളുടെ തോളിൽ പൊന്നു കൈമുറുക്കി. ഇന്ന് വന്ന അയാളുമായിട്ട് വിവാഹത്തിന് സമ്മതം അറിയിച്ചു ഞാൻ. ജ്വാല പുറത്തേക്ക് നോക്കിയാണ് അത് പറഞ്ഞത്. എന്താ? പൊന്നു പകപ്പോടെ അവളിൽ നിന്നും ഒരടി മാറി നിന്നു. ജ്വാല തിരിഞ്ഞു നോക്കിയില്ല. നീ എന്താ പറഞ്ഞേ? ഇത്തവണ പൊന്നുവിന്റെ ശബ്ദത്തിൽ ദേഷ്യമായിരുന്നു. ഞാൻ വിവാഹത്തിന് മതിയടി, നിർത്ത്, അവള് പറഞ്ഞു മുഴുവനാക്കും മുൻപ് പൊന്നു അലറി. ജ്വാല കണ്ണുകൾ തുടച്ചുകൊണ്ട് അവളെ തിരിഞ്ഞു നോക്കി. നിന്നെ എന്തു പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ഏട്ടനെതിന് സമ്മതിപ്പിച്ചേ? പൊന്നു അവളെ തുറച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. ജ്വാലയുടെ തല താഴ്ന്നു. പറയേ, അവൾ വീണ്ടും ചോദിച്ചു. ആരും നിർബന്ധിച്ചില്ല എന്നെ. ജ്വാലയുടെ സ്വരം നേർത്തു പോയിരുന്നു. അപ്പോ നിനക്ക് ഏട്ടനോട് പ്രണയം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നെങ്കിൽ നീ ഇപ്പൊ എങ്ങനെ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കും? പൊന്നു പുച്ഛത്തോടെ ചോദിച്ചു. ജ്വാല അവളെ നോക്കി വിതുമ്പി. അത് കാണെ പൊന്നൂനും പാവം തോന്നി. അവളൊന്ന് നിശ്വസിച്ചു. എനിക്കറിയാ ജ്വാല, ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞു കാണും. അതാ നീ ഇപ്പൊ ഇങ്ങനൊരു തീരുമാനം എടുത്തേ. എന്താണെങ്കിലും എന്നോട് പറ, അവൾ സൗമ്യമായി പറഞ്ഞു. ജ്വാല കണ്ണു തുടച്ചുകൊണ്ട് അവളെ നോക്കി പുഞ്ചിരിച്ചു. അത് കണ്ടപ്പോ പൊന്നുവിന്റെ നെഞ്ചി വിങ്ങി. ആരും നിർബന്ധിച്ചൊന്നുമില്ല. അയാളപ്പ അങ്ങനെ പറഞ്ഞപ്പോ ഒരു ഞെട്ടലുണ്ടായിരുന്നു എനിക്ക്, അത് സത്യ. പക്ഷേ ഈ വീട് നഷ്ടാവാതിരിക്കാൻ അയാളെ കല്യാണം കഴിക്കല്ലാതെ മറ്റൊരു മാർഗമില്ല, അവള് പറഞ്ഞു നിർത്തി പൊന്നുവിനെ നോക്കി. പൊന്നുവിന്റെ മുഖത്ത് പരിഹാസം. അത് കാണെ ജ്വാലയുടെ മുഖം പിന്നെയും താണു. കഴിഞ്ഞോ നിന്റെ അഭിനയം? അവള് പുച്ഛത്തോടെ ചോദിച്ചതും ജ്വാല അവളെ ദയനീയമായി നോക്കി. നീ കള്ളം പറയുമ്പോ അത് ആരോടാ പറയുന്നെന്ന് കൂടി ചിന്തിക്കണം ജ്വാല, അവള് കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞു. ജ്വാല മറുപടി പറഞ്ഞില്ല. ശരി, നീ എന്നോടൊന്നും പറയില്ല എന്ന് മനസ്സിലായി. അപ്പോ നിന്റെ തീരുമാനം തന്നെ നടക്കട്ടെ. വിവാഹത്തിന് എനിക്ക് ക്ഷണയില്ലേ?
പൊന്നു പറഞ്ഞുകൊണ്ട് അവളെ നോക്കി. ജ്വാല അവളെ നോക്കി മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു. പൊന്നുവിന് സങ്കടം തോന്നി. അവൾ വേഗം അവളെ ചേർത്ത് പിടിച്ച് തലയിൽ തലോടി. ജ്വാലയുടെ കരച്ചിൽ നിന്ന് അവളുടെ തേങ്ങൽ കേൾക്കാൻ തുടങ്ങിയതും പൊന്നു സംസാരിക്കാൻ തുടങ്ങി. എന്നോട് സത്യങ്ങൾ പറയുന്നതിൽ നിന്നും നിന്നെ ഏട്ടനാവും വിലക്കിയെന്ന് എനിക്കറിയാം. പക്ഷേ ഒന്നാലോചിച്ച നീ വേറെ വിവാഹം കഴിക്കുന്നതന്നെയാ നല്ലത്. പൊന്നു പറഞ്ഞപ്പോൾ ജ്വാല അവളിൽ നിന്നും അകന്നുകൊണ്ട് അവളെ സംശയത്തോടെ നോക്കി. അതെന്താ? അവൾ തേങ്ങലോടെ ചോദിച്ചു. പറയില്ല, ഞാൻ പറഞ്ഞാലും നീയൊന്നും വിശ്വസിക്കില്ല. ഇന്ന് നീ അറിഞ്ഞതുപോലെ ഓരോ കാര്യങ്ങളായി നീ സ്വയം അറിയും. ഇപ്പോ ഞാനത് നിന്നോട് പറഞ്ഞാലും നീ ചിലപ്പോ എന്നെ വിശ്വസിച്ചൊന്നും വരില്ല. കാരണം എന്റെ ജ്വാല അത്രയ്ക്ക് പാവാ. പൊന്നുവിന്റെ ശബ്ദം നേർത്തുപോയി. ജ്വാല കണ്ണ് നിറച്ചുകൊണ്ട് അവളെ നോക്കി. പൊന്നു അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. അയാളുടെ പേരെന്താ? പൊന്നു ചോദിച്ചു. അഗ്നിദേവ്. അവളുടെ കണ്ണുകൾ ആ പേര് പറയവേ ഒന്ന് പിടച്ചു. അഗ്നിദേവ് പേര് കൊള്ളാം. പക്ഷേ ആള് നിന്നെ പണത്തിന് പകരാ ചോദിച്ചു ജ്വാല. പൊന്നുവിന്റെ ശബ്ദമിടറി. ജ്വാല അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു വേദനയോടെ. എനിക്ക് അത്ര വിലയൊക്കെ ഉണ്ടല്ലോ അപ്പോ? അവള് കണ്ണു നിറച്ചുകൊണ്ട് കുറുമ്പോടെ ചോദിച്ചു. പക്ഷേ ആ ശബ്ദത്തിലെ വേദന പൊന്നുവിന് വ്യക്തമായി മനസ്സിലായി. അവളുടെ കണ്ണുകളും നിറഞ്ഞുപോയി. നിനക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ലാന്നൊന്ന് പറയൂ ജ്വാല. ഞാൻ ഏത് വിധേനയും ഈ വിവാഹം മുടക്കിത്തരാം. എനിക്ക് സമ്മതാ പൊന്നു, അവൾ നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു. ഇന്ന് കണ്ടതല്ലേ ഉള്ളൂ അയാളെ, അതും നിന്നെ ഒരു വിൽപ്പന ചരക്കായിട്ടാ അയാൾ ചോദിച്ചേ. എന്നിട്ടും നീ? പൊന്നുവിന് ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നു. ഞങ്ങൾ തമ്മില് ആദ്യമായിട്ടല്ല കാണുന്നത് പൊന്നു, ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്. എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അവളുടെ ശബ്ദം പതിഞ്ഞുപോയി. പൊന്നു അവളെ പകച്ചു നോക്കി. എവിടെന്ന്? അവൾ ആവേശത്തോടെ ചോദിച്ചു. ജ്വാല ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അന്ന് അഗ്നിയെ കണ്ടതും അതിനുശേഷം ഉണ്ടായതെല്ലാം അവളോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതും പൊന്നുവിൽ ഞെട്ടലുയർന്നു. ജ്വാല, അവളിൽ എന്തോ ഒരു പേടി. എനിക്കൊന്ന് ഉറങ്ങണം പൊന്നു, നല്ല തലവേദന. അവളെ ഒഴിവാക്കാനായി ജ്വാല പെട്ടെന്ന് പറഞ്ഞു. പൊന്നു കണ്ണുകൾ തുടച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. ഏട്ടനൊരിക്കലും നിന്നെ അർഹിച്ചിരുന്നില്ല ജ്വാല, അതുകൊണ്ട് അതിലെനിക്ക് സങ്കടമില്ല. ഇപ്പൊ ഭയം അഗ്നി എങ്ങനെയാവുന്ന ഓർത്ത് മാത്ര. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങി. അവള് പോകുന്നത് നോക്കി നിന്ന് ജ്വാല പതിയെ അവളുടെ ടേബിളിനരികിലേക്ക് നടന്നു. കബോർഡ് തുറന്ന് അതിനുള്ളിൽ നിന്നും അന്ന് അപ്പു ഏൽപ്പിച്ച ബൊക്കയിലുണ്ടായിരുന്ന പേപ്പർ എടുക്കുമ്പോൾ അവളുടെ ഹൃദയം ഉച്ചത്തിൽ മിടിക്കാൻ തുടങ്ങിയിരുന്നു. അതിലെ വാചകങ്ങളിലേക്ക് ഉറ്റുനോക്കുമ്പോൾ സന്തോഷമാണോ സങ്കടമാണോ എന്നറിയാത്തൊരു ഭാവം ഉള്ളിൽ നിറയുന്നു. അവൾ വീണ്ടും വീണ്ടും അത് വായിച്ചു നോക്കി. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ വൈഫി, ഐ ആം കമ്മിങ് ടു മേക്ക് യു മൈൻ. ക്യാൻ വെയിറ്റ് ഫോർ യു എനിമോർ. ഐ വാണ്ട് യു. ഐ ലവ് യു. ആ നിമിഷം അവളുടെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയുടെ അർത്ഥം എന്തായിരുന്നു അറിയില്ല. പക്ഷെ അവൾ ആ പേപ്പർ അവളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഈ വാക്കുകളുടെ ഉടമ ആരാണെങ്കിലും ഞാൻ മറ്റൊരാളുടേതാവാൻ പോവാ. ഇനി ഒരിക്കലും എന്നെ തേടി വരരുത്. ഒരിക്കൽ പോലും കണ്ടില്ലെങ്കിലും ഈ വാക്കുകൾ ജ്വാല ഇന്ന് എൻ്റെ ഹൃദയത്തിൽ നിറച്ചു കഴിഞ്ഞിരിക്കുന്നു. അവൾ കണ്ണുകൾ അടച്ച് പതിയെ പറഞ്ഞു. കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. ഇതിനിടയിൽ ഒരു ദിവസം ചിത്തിരയും മോഹനും ജ്വാലയെ കാണാൻ വന്നിരുന്നു. അവളെ കണ്ടതും രണ്ടുപേരുടെയും മുഖം തെളിഞ്ഞു. ഒരു കൊച്ചുകുട്ടിയാണെങ്കിലും തൻ്റെ മകന് ഇവള് നന്നായി ചേരുമെന്ന് ചിത്തിര മനസ്സിൽ പറഞ്ഞു. ജ്വാലയുടെ നിർവികാരത നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ മാത്രം അവർക്ക് വേദന തോന്നി. ചുറ്റും കിച്ചുവും മറ്റുള്ളവരും ഉണ്ടായിരുന്നത് കൊണ്ട് ചിത്തിരയും മോഹനും അവളോട് സ്നേഹത്തിൽ പെരുമാറാൻ ശ്രമിച്ചില്ല. കാരണം തങ്ങൾക്ക് അവൾ ഇഷ്ടമായി എന്നറിഞ്ഞാൽ അവളുടെ ജീവിതം ഇനി സന്തോഷത്തോടെ ആവുമോ എന്ന ചിന്ത മറ്റുള്ളവരിൽ നിറയുമെന്ന് ചിത്തിരയ്ക്ക് അറിയാമായിരുന്നു. അവൾക്കായി ഉള്ളിൽ ഒരു കടലോളം വാത്സല്യം നിറച്ചു വെച്ചുകൊണ്ട് ചിത്തിരയും മോഹനും അവളെ ഗൗരവത്തോടെ നോക്കി അവൾക്ക് നേരെ ഒരു കവർ നീട്ടി. അവൾ കണ്ണ് നിറച്ചുകൊണ്ട് അവരെ നോക്കി. ഇത് വാങ്ങ്, അവർ ഗൗരവത്തോടെ പറഞ്ഞു. പെട്ടെന്ന് അംബിക വന്ന് അത് വാങ്ങിവെച്ചു. ചിത്തിരയുടെ നെറ്റി ചുളിഞ്ഞു. ഇത് ഇങ്ങനൊരു സാധന ചേച്ചി, മൂങ്ങയെ പോലെ. അംബിക ജ്വാലയെ നോക്കി അവജ്ഞയോടെ പറഞ്ഞു. മോഹനും ചിത്തിരയ്ക്കും അംബികയുടെ സംസാരം കേട്ട് ശരിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷേ അത് പ്രകടിപ്പിക്കാൻ കഴിയാതെ അവർ അവരുടെ ദേഷ്യം കടിച്ചമർത്തി അംബികയെ നോക്കി പുഞ്ചിരിച്ചു. ഇതിലെന്താ? അരുന്ധതിയാണ് അത് ചോദിച്ചത്. അവരുടെ കണ്ണിൽ ആർത്തി. ചിത്തിരയ്ക്ക് പുച്ഛം തോന്നി അവരോടെല്ലാം. ഇത് വിവാഹത്തിന് ജ്വാലയ്ക്ക് അണിയാനുള്ള സാരി ആഭരണങ്ങളുവാ. വിവാഹത്തിന് ഇനി ദിവസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ചിത്തിര ഗൗരവത്തോടെ പറഞ്ഞു. അരുന്ധതി ആർത്തിയോടെ അത് തട്ടിപ്പറിച്ചു. അത് അകത്തേക്ക് എടുത്തു വെക്ക്. അതിൽ എത്ര സ്വർണ്ണം ഉണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. വിവാഹത്തിന് ജ്വാലയുടെ ശരീരത്തില് ഇതെല്ലാം ഉണ്ടായിരിക്കണം, അവർ ആജ്ഞയോടെ പറഞ്ഞു. അരുന്ധതിയുടെ മുഖം വിളറി വെളുത്തു. അവർ ശരിയെന്ന പോലെ തലകുലുക്കി. ജ്വാലയുടെ അടുത്ത് നിൽക്കുന്ന പൊന്നുവിന് ചിത്തിരയുടെ സംസാരം കേട്ട് ശരിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൾ അവർക്ക് നേരെ എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും ജ്വാല പൊന്നുവിന്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചിരുന്നു. പൊന്നു ദേഷ്യത്തോടെ അവളെ നോക്കി.
ജ്വാല കണ്ണു നിറച്ചുകൊണ്ട് അവളെ ദയനീയഭാവത്തിൽ നോക്കുന്നുണ്ട്. പൊന്നു അവളുടെ കയ്യിൽ നിന്നും കൈവലിച്ചെടുത്ത് അകത്തേക്ക് നടന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. സുരഭി ദേഷ്യം കടിച്ചു പിടിച്ച് ജ്വാലയെ തുറച്ചു നോക്കി. ഞാൻ നിൽക്കേണ്ട സ്ഥാനം, എനിക്ക് കിട്ടേണ്ട ആഭരണങ്ങൾ. അവളുടെ പല്ലുകൾ മുറുകി. പക്ഷെ കിച്ചുവിന്റെ നോട്ടം മുഴുവൻ ജ്വാലയുടെ ശരീരത്തിൽ മാത്രമായിരുന്നു. അഗ്നിയുടെ താലി അവളുടെ കഴുത്തിൽ കയറുന്നതിന് മുന്നേ അവളുടെ ശരീരത്തിന്റെ അവകാശി ഞാനായിരിക്കും, അവൻ മനസ്സിൽ ഉറപ്പോടെ പറഞ്ഞുകൊണ്ട് അവളുടെ ഉയർച്ച താഴ്ചകളിലേക്ക് നോട്ടമെയ്തു നിന്നു. മോഹൻ രാജനും കേശവനും നേരെ തിരിയുന്നത് കണ്ടതും കിച്ചു പെട്ടെന്ന് അവളിൽ നിന്നും നോട്ടം മാറ്റി അയാളെ നോക്കി. അയാൾ ഒരു ചെക്കെടുത്ത് അത് രാജന്റെ നേർക്ക് നീട്ടി. രാജൻ സംശയത്തോടെ അത് വാങ്ങി നോക്കി. അയാളുടെ കണ്ണുകൾ തിളങ്ങി. കിച്ചു പെട്ടെന്ന് അത് അയാളിൽ നിന്നും വാങ്ങി. 5 കോടിയുടെ ചെക്കായിരുന്നു അത്. അവന്റെ കണ്ണുകളിൽ നക്ഷത്രം മിന്നി. അവൻ അയാളെ നോക്കി നിറഞ്ഞ പുഞ്ചിരി നൽകി. അഗ്നി ഏൽപ്പിച്ചതാ, 5 കോടി രൂപയുണ്ട്. ബാക്കി തുക കല്യാണത്തിന്റെ അന്ന്, മോഹൻ പുഞ്ചിരിയോടെ പറഞ്ഞു. എല്ലാവരും സന്തോഷത്തോടെ തല കുലുക്കി. ജ്വാലയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. ചിത്തിരയ്ക്ക് സങ്കടം തോന്നി. അവർ പെട്ടെന്ന് ജ്വാലയെ കെട്ടിപ്പിടിച്ചു. അവൾ പകച്ചുപോയി. അമ്മ കാത്തിരിക്കും, വേഗം വരണം, ഞങ്ങളുണ്ട് നിനക്ക് ഇനിയെന്നും. പതിയെ അത്രയും പറഞ്ഞുകൊണ്ട് അവർ ജ്വാലയുടെ മുഖത്തേക്ക് നോക്കി. ജ്വാല പകപ്പോടെ അവരുടെ മുഖത്തേക്ക് നോക്കി നിന്നു. അവരവളുടെ കവിളിൽ ഒന്ന് തലോടിക്കൊണ്ട് പെട്ടെന്ന് പുറത്തേക്കിറങ്ങി. എന്നാ ശരി, ഇനി ഈ വിവാഹത്തിന് കാണാം. അന്നേ ഇനി ജ്വാലയെ നേരിക്കാണുന്ന വാശിയില്ല അഗ്നിയും. അത്രയും പറഞ്ഞുകൊണ്ട് മോഹനും പുറത്തേക്കിറങ്ങി. കാറിൽ കയറിയിരുന്ന ചിത്തിര ജ്വാലയൊന്ന് നോക്കി. അവളുടെ കണ്ണുകളും അവരിൽ തന്നെയായിരുന്നു. പൂവ് പോലൊരു പെണ്ണ്, പക്ഷേ അവൾ നിൽക്കുന്ന ചെടിക്ക് വാട്ടം സംഭവിച്ചിരിക്കുന്നു. ഇനി അവയിൽ വെള്ളമൊഴിച്ച് അതിനെ വളർത്തി തെളിച്ചമുള്ള പൂക്കൾ അതിൽ വിരിയേണ്ടിയിരിക്കുന്നു. എൻ്റെ മകൾ, അവർ വാത്സല്യത്തോടെ അവളെ നോക്കി മനസ്സിൽ പറഞ്ഞു. അവരുടെ കാർ കണ്ണിൽ നിന്നും മറയുന്നത് വരെ ജ്വാല അതിലേക്ക് തന്നെ ഉറ്റുനോക്കി നിന്നു. നാളെയാണ് ജ്വാലയും അഗ്നിയും തമ്മിലുള്ള വിവാഹം. തറവാട്ടിൽ പ്രത്യേകിച്ച് ആഘോഷമൊന്നുമില്ലെങ്കിലും അവൾക്ക് കയ്യിൽ മെഹന്തിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊന്നുവാണ് ആ ജോലി ഏറ്റെടുത്തത്. ബെഡിലിരുന്ന് കയ്യിലെ ചുവപ്പിലേക്ക് തന്നെ അവൾ ഉറ്റുനോക്കി. അതിൽ ഭംഗിയിൽ എഴുതിയിരിക്കുന്ന അഗ്നിദേവന്റെ പേര് കാണുന്തോറും അവൾക്കുള്ളിൽ ദേഷ്യവും സങ്കടവും ഒരുപോലെ നിറഞ്ഞു. ചാരിയിട്ട വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് വരുന്ന കിച്ചുവിനെ കണ്ട് അവള് സംശയത്തോടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. അവളെ നോക്കിയൊന്ന് വശ്യമായി ചിരിച്ചുകൊണ്ട് അവൻ ഡോർ അകത്തുനിന്ന് കുറ്റിയിട്ടു. ജ്വാല ഞെട്ടലോടെ അവനെ നോക്കി. അപ്പോഴേക്കും അവൻ അവൾക്കടുത്തേക്ക് നടന്നെടുത്തിരുന്നു. തുടരും.